നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ. നമ്മുടെ ചാനലിൻ്റെ പേര് ഫ്രാപ്പർ അക്വാ മലയാളം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കവർ പേജ് കണ്ട പോലെ ഒരു ചെറിയതായ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലോടെക് പ്ലാന്റ് ടാങ്കിൻ്റെ ഒരു സെറ്റപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചാൽ അതിൻ്റെ എക്സ്ട്രാ ക്ലിയർ ഗ്ലാസിൻ്റെ ഒരു ടാങ്കാണ് ചെയ്തത്. പിന്നെ നമ്മൾ ലൈറ്റ്, ഫിൽട്രേഷൻ, ബാക്ക്ഗ്രൗണ്ട്, പ്ലാന്റ്സ്, വുഡ്, സോയിൽ എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്ക് നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടി ബാംഗ്ലൂരിൽ സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് DM ചെയ്ത് ഇങ്ങനത്തെ ടാങ്ക് സെറ്റപ്പ്സ് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കി തരും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിൽ കാണാം. ഈ പ്രോജക്റ്റ് നമ്മൾ യൂസ് ചെയ്തത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ടാങ്കാണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 40x20x30 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇത് കംപ്ലീറ്റ് എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് ആണ് ഇതിൻ്റെ വെറൈറ്റി. ഇതിൻ്റെ ഗ്ലാസ് ഫുള്ളായിട്ട് കസ്റ്റമൈസ്ഡ് ടാങ്ക് അല്ല, നമ്മൾ റെഡിമെയ്ഡ് ടാങ്കാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ഇതിനു വേണ്ടി നമ്മളൊരു കസ്റ്റമൈസ്ഡ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ഒരു ക്ലൗഡ് എഫക്റ്റ്, ഒരു ഫീഡിങ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഈ ടാങ്കിൻ്റെ സൈസ് നോക്കിയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു. അപ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലാണ് വരിക. നിങ്ങൾക്ക് കാണാമല്ലോ സ്ക്രീനിൽ. നമ്മൾ നോർമൽ കളേഴ്സ് അല്ല, ഒരു ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഒരു നല്ല ഒരു ഫീലാണ്. പിന്നെ 2-3 വെറൈറ്റി നമ്മൾ ടൈപ്സ് ഓഫ് ഡ്രിഫ്റ്റ് വുഡും കുറച്ച് കല്ലുകളെല്ലാം വെച്ച് നമ്മൾ സ്കേപ്പ് പ്ലാൻ ചെയ്യണം. അക്വാസ്കേപ്പിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനത്തെ ഒരു സാധനം ചെയ്യണം. എന്താ വെച്ചാൽ നമ്മൾ വാങ്ങിച്ച സാധനം തന്നെ വെച്ചിട്ട് ചെയ്യാൻ നോക്കിയാൽ പറ്റൂല. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രിഫ്റ്റ് വുഡിൻ്റെ മുകളിൽ ഒരു നൂല് യൂസ് ചെയ്തിട്ട് ജാവ മോസ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്തു, കെട്ടി. അതിന് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കെട്ടേണ്ടത്. എന്താ വെച്ചാൽ അത് ഗ്രോ ചെയ്യുമ്പോൾ അത് ഫുൾ ചെടീൻ്റെ മുകളിൽ വന്നോളും. ഈ പ്രോജക്റ്റ് നമ്മൾ യൂസ് ചെയ്ത നിയോ സോയിലാണ്. നിയോ സോയിൽ ഒരു പുതിയൊരു ബ്രാൻഡാണ്, പക്ഷേ നല്ലൊരു ഇതാണ്. നമ്മളൊരു ഓവറോൾ ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഇൻബിൽട്ട് ഉള്ള ഒരു നല്ലൊരു അക്വാ സോയിലാണത്. സോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ലെവൽ ഔട്ട് ചെയ്യണം. നമ്മൾ ടാങ്കിൻ്റെ എങ്ങനെ എസ്കേപ്പ് ചെയ്യേണ്ട ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, അതുപോലെ ചെയ്യണം. ഇങ്ങനെയാണ് ഓവറോൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് ചെടി ആഡ് ചെയ്യുന്ന മുമ്പേ നമ്മൾ നല്ലോണം വെള്ളം സ്പ്രേ ചെയ്യണം. എന്താ വെച്ചാൽ അത് അപ്പോഴൊരു സോയിൽ നല്ലോണം ഒരു നനവുണ്ടെങ്കിലാണ് പ്ലാന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഈസി ആവുക. പിന്നെ ഈ പ്രോജക്റ്റ് നമ്മൾ 3 വെറൈറ്റി ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സാണ് യൂസ് ചെയ്തത്. ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ വന്നിട്ട് ഈ സ്നെയിൽ ഇഷ്യൂ വരില്ല. ഈ പോട്ടഡ് പ്ലാന്റ്സിൽ എപ്പോഴും ഒരു സ്നെയിലിൻ്റെ ഒരു പ്രോബ്ലം എല്ലാ സമയം വരും. കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു സ്നെയിൽസിൻ്റെ പ്രശ്നം വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യാറ്. ഓവറോൾ ചെടിയെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ടാങ്കിൻ്റെ ഒരു സ്കേപ്പും ലുക്ക് വരുന്നത്. പിന്നെ ഈ പ്രോജക്റ്റിന് നമ്മൾ യൂസ് ചെയ്തത് സോബോൻ്റെ AC380 എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ലാമ്പാണ്. ഇത് നല്ലൊരു ക്വാളിറ്റി ലൈറ്റാണ്. ചെറിയ ടാങ്ക്സിനല്ല, ഇതിനൊരു സൈഡ് സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്ത ഹാങ് ഓൺ ഫിൽറ്ററാണ് സൺസണിൻ്റെ XBA300 എന്ന് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റിയാണ് സൺസണിൽ ബ്രാൻഡിൽ വന്നത്. നല്ലൊരു വെള്ള കളർ ഫിൽറ്ററാണ്. നല്ല ലുക്കുള്ളൊരു സാധനം, വളരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. അപ് ടു 2 ഫീറ്റുള്ള ഒരു ടാങ്കിൻ്റെ ലെങ്ത് വരെക്കും നമുക്കിത് ഈ ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊരു ഇൻബിൽറ്റ് സർഫേസ് സ്കിമ്മറും വരുന്നുണ്ട്. ഫൈനലി നമ്മൾ കസ്റ്റമറിൻ്റെ വീട്ടിൽ ഈ നമ്മൾ ടാങ്കെല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. എന്നിട്ട് മെല്ലെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് വേണം വെള്ളം നിറയ്ക്കാൻ ഒരു പ്ലാന്റ് ടാങ്ക് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ ഭയങ്കര ജോറിൽ വെള്ളം ഇട്ട ചെടികളെല്ലാം ഇളകിപ്പോവും. അതുകൊണ്ട് മെല്ലെ ആയിട്ട് തന്നെയാണ് വെള്ളം ഫില്ല് ചെയ്യേണ്ടത്. സോ വെള്ളമെല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്ററിനെല്ലാം ഓൺ ചെയ്തു. ഭയങ്കര ഒരു സൈലൻറ്റ് ഫിൽറ്ററാണ്. ലൈറ്റെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ടാങ്കിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും കൂടിയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ഫീല് വന്നു. ഇതിന് വേറൊരു കാര്യം നമ്മൾ ആഡ് ചെയ്ത് പറഞ്ഞൊരു കസ്റ്റമൈസ്ഡ് നമ്മളൊരു അക്രിലിക് റൂഫും കൂടി നമ്മൾ ഈ ടാങ്കിന് വേണ്ടി ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നമ്മൾ ലൈറ്റിൻ്റെ കട്ടിങ്ങും ഫിൽറ്ററിൻ്റെ കട്ടിങ്ങെല്ലാം നമ്മൾ ഈ ടാങ്കിന് വേണ്ടിയിട്ടാണ് കസ്റ്റമൈസ് നമ്മൾ 5mm തിക്നെസ് ക്ലിയർ അക്രിലിക്കിൽ റൂഫും ഡിസൈൻ ചെയ്തിരുന്നു. ഓവറോൾ ഫൈനലി ഇങ്ങനെയാണ്. ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ടാങ്കിൽ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കാണാം. ചെടീൻ്റെ എല്ലാം 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ടാങ്കിൻ്റെ ഇങ്ങനെയാണ് ഓവറോൾ ഒരു ലുക്ക് വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഡെഫിനറ്റ് ആയിട്ട് ചെയ്യുക. നമ്മളൊരു പുതിയ ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, ഹിന്ദി ഈ വേറെ 4 ലാംഗ്വേജസിലും വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എല്ലാ റീജിയണൽ ചാനൽ ലിങ്ക്സ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നേ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് frapperaqua.com എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സും ഉണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നവർക്കും ബൈ.